ഞങ്ങള് നാളെ ഒരു ട്രിപ്പ് പോവാണ് കേട്ടാ. അതിന്റെ പാക്കിംഗ് ആണ്. ഞങ്ങള് ഇപ്പന്നെ സില്ലിയുടെ അവിടെ പോയിട്ട് വന്നോളൂ. സില്ലിയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇൻട്രോ പറയാൻ മൂഡ് ഉണ്ടായിരുന്നില്ല, ആകെ മൂഡ് ഓഫ് ആയിട്ടാ പോയെ. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് ഇടനേരത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞങ്ങള് പാക്കിങ് ചെയ്തോണ്ടിരിക്കാണ്. ആദിയുടെ കൈമ പൈക്ക് പറ്റി ഗൈസ്. ആ ഈ കൈമ ആദിയുടെ കൈ ആദ്യം തന്നെ കാറിന്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു നൈസായിട്ട്. നീരൊന്നു ചുമന്നു. അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ ഓരോ ദിവസത്തെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് നാളെ പോയിട്ട് ഈസ്റ്ററിന്റെ അന്ന് പോയിട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം തിരിച്ചു വരും. അപ്പൊ അത്രയും ഡ്രസ്സാ വേണ്ടത്. ഞങ്ങൾ ഡ്രസ്സിന് ഞങ്ങൾ ഒരു ക്ഷാമം വരുത്താറില്ല. ഒരു 2 പെയർ എക്സ്ട്രാ വെക്കും. പിള്ളേരൊക്കെ ഉള്ളതല്ല. പിന്നെ ഞങ്ങളൊരു ബംഗ്ലാവ് എടുത്തേക്കുന്നത്. അപ്പൊ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ടാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ കുറവാ. അപ്പൊ ഞങ്ങൾ ഫുൾ സെറ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് ഗോവയ്ക്ക് പോകുമ്പോ മേടിച്ച പാക്കിങ്ങിന് മേടിച്ചതാ. നല്ലതായിരുന്നു കേട്ടാ. എന്താ വെച്ചാൽ ഗോവയ്ക്ക് പോകുമ്പോ കൊറേ ഐറ്റംസ് എടുത്തായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ നമുക്ക് ഇത് സക്ക് ചെയ്തിട്ട് അതിന്റെ എയറൊക്കെ കളഞ്ഞ് നമുക്ക് വെക്കുമ്പോ അത്യാവശ്യം നല്ല കൊറേ ഐറ്റം വെക്കാൻ പറ്റും. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഒരുവിധ യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ ഉപയോഗിക്കണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും മേടിച്ചേ. ഞാനിത് ഉപയോഗിക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പെട്ടി തന്നെ കൊണ്ടുപോകാനാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ. അറിയില്ല. അപ്പൊ ഡ്രസ്സൊക്കെ ഒരു ഇതിൽ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ലഗേജ് താങ്ങി പിടിച്ച് പോകണ്ടല്ലോ. വണ്ടിയിലൊക്കെ ഉണ്ടോ എങ്കിൽ പോലും ചപ്പൽസ് ഒക്കെ ഒരെണ്ണത്തിൽ വെക്കണം. പിന്നെ നമ്മൾ ഒരു ബാഗ് എക്സ്ട്രാ വെക്കണം. എന്ന് വെച്ചാൽ മുഷിഞ്ഞ തുണികൾ അവിടെ ഇവിടെ ഇടണ്ടല്ലോ. അപ്പൊ അതൊന്നും ഇതാ വേർപ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറ്റേ ബാഗിലേക്ക് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പാക്കിങ് ചെയ്യാനിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സമയം എത്രയും 9:30 ആവാറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ പോയിട്ട് അനിയത്തിയുടെ പില്ലോ അതാക്കാൻ പറ്റാ മതി. അപ്പൊ ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോ കാണിച്ചില്ലാട്ടാ. അപ്പൊ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഒരു കവറിലും, ഞങ്ങളുടെ 4 പേരിലും വീട്ടിലിടുന്ന പറഞ്ഞാൽ നൈറ്റ് ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ ഒരു കവറിലും, പിന്നെ നല്ല ഡ്രസ്സുകൾ വേറൊരു ബാഗിലും ഇങ്ങനത്തെ ഓരോ ബാഗിൽ 2 സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചേക്കണം കേട്ടോ. അപ്പൊ കാണാം. അമിക്ക് എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല. പാക്ക് ചെയ്യണ്ടേ, മടിയാണ്. നാളെ ഈസ്റ്റർ ആണ്. അപ്പൊ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണം അല്ലേ അമ്മയെ? 6 മണിക്ക് പോവാത്തല്ല, എന്തെങ്കിലും റീൽസ് ഒക്കെ എടുക്കണം. ടൂർ പോകുമ്പോഴൊക്കെ റീൽസ് എടുത്താലേ നമുക്ക് പിന്നെ നീ പറഞ്ഞിട്ടെടുത്തതാ. പക്ഷെ ആ ജീൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഡ്രസ്സ് 2 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതൊക്കെ എടുത്തു വെക്കാനുള്ള ഡ്രസ്. ഇതൊക്കെ എടുത്തു വെക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സുകളാ. അപ്പൊ വീടൊന്നും ഒതുക്കി വെച്ച് പോയില്ലെങ്കിൽ വന്ന് കയറുമ്പോ നമുക്ക് അറിയാലോ അത്രയും ഡ്രസ്സുകൾ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചാലേ എനിക്ക് ട്രിപ്പ് പോകുമ്പോ സമാധാനമായിട്ട് പോകാൻ പറ്റുള്ളൂ. വീട് കച്ചറൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും ടെൻഷൻ ആവും. ഇതൊക്കെ ഒതുക്കി വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പെട്ടിയിലത്തെ ഡ്രസ്സുകൾ മാത്രം കഴുകാണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ. അപ്പൊ നിങ്ങൾ തുടങ്ങണേ. വർത്താനം വന്നത് നടക്കില്ല. പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയി വന്നതിൻ്റെ ക്ഷീണത്തിൽ സൗണ്ടൊക്കെ നന്നായി അടഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഇഗ്നോർ. ചിലപ്പോൾ കേൾക്കാൻ നല്ല രസമായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഈ സൗണ്ട് കേൾക്കാൻ രസമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പക്ഷേ പെർമനൻ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇത് ഗോവയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടുള്ള ഒരു വലിയൊരു ട്രിപ്പ് എന്ന് പറയുന്നത് ഗോവയ്ക്ക് പോയതായിരുന്നേ. അപ്പോൾ അതിന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. കാരണം ട്രെയിനിലാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് വല്ലാതെ സാധനങ്ങളൊക്കെ കുറേ പാക്ക് ചെയ്ത് ബൾക്കായ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകും വേണം, അന്ന് അധികം ബൾക്കായി ഫീൽ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാഗ്സ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എയർ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ സ്ഥലം നമുക്ക് ബാഗിൽ കിട്ടും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ബട്ടൺ പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അത് സീൽ ചെയ്യുന്നത്. ഓരോ കവേഴ്സ് കാണുന്നുണ്ടല്ലേ, അതുകൂടിയാണ് കേട്ടോ എയർ കളയാനുള്ള ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതിനുള്ള ടൂൾസ് അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള കവേഴ്സിൻ്റെ പാക്കറ്റ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനന്ന് കുറച്ചും കൂടി വലുതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല സൈസുകളാണ്, എല്ലാതും ഒരേ സൈസ് അല്ല. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ കുറച്ചും കൂടിയും നന്നായി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു.
അപ്പം ഞാനിത് പാക്ക് ചെയ്യുമ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ നൈറ്റ് വെക്കണതും ഡേയ്സിൽ നമുക്ക് ഇടാനുള്ളതും വേറെ വേറെ പാക്ക് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി അബ്ചേൻ്റെയും എൻ്റെയും ഒരു കവറിലും മക്കളുടെയൊക്കെ ഒരു കവറിലാക്കി. പിന്നെ ഞാനൊരു നമ്മുടെ സെക്ടറൊക്കെ കൊണ്ടുപോകണമല്ലോ, അപ്പം അതിനൊക്കെ ഒരുപാട് സ്പേസ് പോകുന്ന സംഭവങ്ങളാണ്. അത് മടക്കി എത്ര ഒതുക്കി വെച്ചാൽ അതും അങ്ങോട്ട് ഒതുങ്ങില്ല. അപ്പം ഞാൻ അതിനും ഒരു കുഞ്ഞ് കവർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ കവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കവേർഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ അഭിചേട്ടൻ്റെ കസിനാണ് സില്യ, അഭിചേട്ടൻ്റെ പാപ്പൻ്റെ മോളാണ്. അപ്പോൾ സില്യയുടെയും ജിനിലിൻ്റെയും ഹൗസ് വാമിംഗ് ആണ്. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാവും, ഞാൻ വേറെ വീഡിയോസിൽ അവരെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ദിവസം ഫുഡ് കഴിക്കാനൊക്കെ പോയ വീഡിയോസിൽ അവരെ കാണാം. പിള്ളേരുണ്ട്, അതും നീല. ആ ദിവസം ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ റഷ് ആവുമെന്ന് കരുതി ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ 3 ദിവസം നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അബ്ചേട്ടൻ്റെ അമ്മയും പിള്ളേരും ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ കാറിൽ. ചേട്ടൻ ജോലിക്ക് പോയതുകൊണ്ട് ആ ചേച്ചിയും ചേട്ടനും ബൈക്കുമ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവർ ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ കരുതി അവരുടെ വീടിന് സ്യൂട്ടാവുന്ന രീതിയിൽ എന്താന്ന് നോക്കി കുറേ നടന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിന് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. നിന്നെടുത്ത് ഞാൻ ഇങ്ങനെ എന്താ പറയാ അടിപൊളിയായിട്ട് വരുമ്പോ നിന്നെ വീഡിയോയിൽ എടുക്കാണ്ടിരിക്കുക. ആയി കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂര്യൻ കുഞ്ഞിന്റെ സൗന്ദര്യം ആൾക്കാർക്ക് ആരാധകർ കൂടുതലൊന്നും പഠിച്ചിട്ടാ. അപ്പം ഞങ്ങൾ കുഞ്ഞുവിൻ്റെ അടുത്തോ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തൊക്കെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പാട്ടും അന്നത്തെ വിഷുവിൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കി ഇങ്ങനെ വരാണ്. ഞങ്ങൾ ലേറ്റായെന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ വന്നത്. പക്ഷേ ഞങ്ങൾ അത്ര ലേറ്റ് അല്ലായിരുന്നു, ഞങ്ങൾ നേരത്തെ തന്നെയായിരുന്നു എത്തിയത്. അപ്പോൾ അഭിചേട്ടൻ ഒരു സൈറ്റിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അഭിചേട്ടൻ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ആളങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇത് ജിനിലിൻ്റെ മേമയാണ്. അപ്പോൾ ആള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറയാൻ എന്നെ പാത്തിയോൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടോ അഭിചേട്ടൻ്റെ അടുത്തും പറയുന്നത്. നമുക്ക് വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും നന്നായി എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലോ. അല്ലെങ്കിൽ ഒന്നും പണ്ടൊന്നും എന്നെ കണ്ട ആർക്കും നമ്മളെ പറ്റി എന്ത് ചോദിക്കാനുള്ള. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട്, ചിലർക്ക് കളിയാക്കാനാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാനുണ്ടല്ലോ. അത് വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പം ഞങ്ങൾ വീട് കാണാൻ നിന്നു കേട്ടോ. നല്ല അടിപൊളി വീടാണ്, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീടാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഹോമൊക്കെ ഉണ്ടാവുമല്ലോ, അത് സില്ലേടും ചിനിൻ്റെ എന്തായാലും ഒരു ഡ്രീം ഹോമാണെന്ന് അവർ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ആ വീട് ചെയ്തേക്കുന്നതെന്നും നമുക്ക് നന്നായി മനസ്സിലാവും കേട്ടോ. കാരണം വെറുതെ ഒരു സ്പേസ് അവിടെ ഇല്ല, ഉള്ള സ്പേസിൽ മൊത്തം അവർ നന്നായി അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷനുകളായാലും ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ആദൂനും നീരൂനും കാണാമെന്ന് പറഞ്ഞിട്ട് കിഡ്സിൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിറച്ച് കിഡ്സ് തന്നെയായിരുന്നു. ഇപ്പം അവരിടയ്ക്ക് കാണുന്നത് കൊണ്ട് തന്നെ ഇപ്പം അവർക്കൊരു പരിചയക്കുറവും കാര്യങ്ങളൊന്നും ഇല്ലേ. അപ്പം എല്ലാ പിള്ളേരും അവിടെ ഉണ്ട്. അപ്പം ആ ക്ലൗഡ്സിൻ്റെ രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന പോർഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവിടെ സ്ലൈഡിങ്ങിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ബോറടിക്കുമ്പോൾ അവിടെ കളിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പം എന്തായാലും ഇവരിവിടെ തന്നെ കിടന്നൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. എങ്കിലും അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ഇതിൽ ചെയ്യുമ്പോൾ ഏതൊരു പിള്ളേർക്കും അത് ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പിള്ളേർക്കായാലും ഇത് കാണുമ്പോൾ ആമിക്ക് ആദിക്കൊക്കെ ഇങ്ങനത്തെ റൂമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവരുടെ പ്രായത്തിലൊന്നും ഇതൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അതൊരു അച്ഛനമ്മയുടെ റൂമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് നീങ്ങിയിട്ടാണ് സില്ലയുടെയും ജിനിലിൻ്റെ റൂം. ഞാൻ കാണിച്ചത് അവിടെ വെച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സില്ലയുടെ റൂമിലത്തെ ആ ഒരു ചെയർ അവിടെ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഒരുപാട് മിറേഴ്സ് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും നമ്മുടെ മുഖം കാണുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ കുറേ മിറേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിത് ഒറ്റ നില വീടാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാനത് മറന്നു പോയായിരുന്നേ. അപ്പം ഞാൻ സ്റ്റെയർ നോക്കുകയാണ്, എവിടെയാണ് സ്റ്റെയർ, പക്ഷെ ഇല്ല, അത് ഒറ്റ നില വീടാണ്. അപ്പം ഇതാണ് സില്ലയുടെ ജിനിലിൻ്റെ റൂം. നല്ല രസമായി ചെയ്തിട്ട് എനിക്ക് എന്തോ ഇവരുടെ കളർ തീമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ടീക്കിൻ്റെയും പിന്നെ ഒരു വൈറ്റും പിന്നെ ഓരോ കളറിൽ ചെറിയൊരു പേസ്റ്റൽ ഷെയ്ഡുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. കണ്ടൊരു വലിയ മിറർ കണ്ടാൽ നമ്മൾ പിന്നെ വീടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് ഒരുപാട്
ഫോട്ടോസൊക്കെ കുഞ്ഞും അവരൊക്കെ എടുത്തിട്ട് ഈ റൂമിൽ തന്നെയാണ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൺ നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഗ്രീൻ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ടൈലിൻ്റെ. ഒറിജിനൽ പ്ലാന്റ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ ആർട്ടിഫിഷ്യലും ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ചില വീടുകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതെൻ്റെ കൂടെ 10th വരെ പഠിച്ചതാണ് നീന്തു. ആൾ ദുബായിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ അത് ജിനിലിൻ്റെ അമ്മായിയുടെ മോൻ്റെ വൈഫാണ്. അപ്പം ഞങ്ങൾ ഒരു കല്യാണത്തിനൊക്കെ ഒരു കസിൻ്റെ കല്യാണത്തിനൊക്കെ വെച്ച് മീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ ഇപ്പം സംസാരിക്കും. പിന്നെ ഓരോ ഫ്രണ്ട്സിനെ കണ്ട കഥയും കാര്യങ്ങളൊക്കെയാണ് ഈ സംസാരിച്ച് നിൽക്കണേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സും ജ്യൂസും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇറങ്ങി. ആദ്യം ഇത് കണ്ടിട്ടാണല്ലോ അകത്തേക്ക് കയറിയത്. അപ്പോൾ ആദ്യം ഇങ്ങനെ പിന്നാലിലാണെന്ന് പറയുന്നത്, അമ്മ വിശക്കണോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നടക്കണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവർ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടേഴ്സാണ് മെയിനായിട്ട് ഇഷ്ടം. അല്ലാതെ മെയിൻ കോഴ്സ് ഫുഡുകളുണ്ടല്ലോ, ഇപ്പോൾ ബിരിയാണി അങ്ങനെയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ചിക്കൻ ഫിംഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഏതൊരു പിള്ളേർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ അത് കഴിക്കാനിരുന്നു. അപ്പോൾ ജ്യൂസും കുടിച്ചു, എല്ലാം ട്രൈ ചെയ്തായിരുന്നു. എല്ലാം നല്ല നല്ല ഫുഡായിരുന്നേ. പിന്നെ വിശക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആരും വെറുതെ വിട്ടില്ല. അപ്പം ഞങ്ങൾ കുഞ്ഞുവിനെ, ഇവന് വീഡിയോയിൽ വരാൻ ഭയങ്കര മടി, അതെന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മാറ്റമുണ്ട് അവന്. പക്ഷെ എങ്കിലും ഒരു ചമ്മലുണ്ട് അവന്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ അവൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കളിയാക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെ പിന്നെ ഈ ഒരു റൂമും ഞങ്ങൾ കാണാൻ വിട്ടുപോയായിരുന്നു. ഇത് ഗസ്റ്റ് റൂം ആണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് അത് ഗസ്റ്റ് റൂമാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഓരോരുത്തരെ പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പം ഞങ്ങൾ അബ്ചേട്ടനെ കാത്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ അബ്ചേട്ടൻ വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടേഴ്സ് കഴിക്കാനിരുന്ന് ലേറ്റായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നേരത്തെ പോകും വേണം, കാരണം പാക്കിങ് അവിടെ പെൻഡിങ് കിടക്കുക. ഞാനാണെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ടൊന്നും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. പിറ്റേ ദിവസം കാലത്ത് 6 മണിക്ക് പോകും വേണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലോണം ഫുഡൊക്കെ തട്ടി കഴിഞ്ഞ് പിള്ളേരെ കൂടെ കുറച്ച് നേരം കളിച്ച് ആദ്യം നീരും ആമീനെ കളിക്കാനൊക്കെ വിളിച്ചുകൊണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ കളിച്ചു. അപ്പം ഇത് പിള്ളേരുടെ റൂമാണ് കേട്ടോ. അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. യൂണിക്കോണും കുറേ 3D സ്റ്റിക്കേഴ്സും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഇതുമ്പോൾ കിടന്ന് കെട്ടിമറിഞ്ഞ് കളിക്കാൻ റേഞ്ച് കളികളായിരുന്നേ. കണ്ണ് കെട്ടി കളിക്കുന്നുണ്ട്. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇവിടെ നിറച്ച് പിള്ളേരായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമാണ് നീരൂനെയും ആദൂനെയും ഒക്കെ കുറച്ച് കിട്ടിയത്. അപ്പോൾ ഈ ക്ലൗഡ്സുള്ള സംഭവം ഉണ്ടല്ലോ, അത് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയും വേറെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ടാവാം, ചിലപ്പോൾ ഇത് നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ മാത്രം ഇട്ടാൽ മതി. അത് ശരിക്കും ഒരു മിറർ സംഭവമാണേ. അത് മിററാണ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റാന്ന് തോന്നുന്നു. അത് എനിക്കത് കാര്യമായിട്ട് പറഞ്ഞുതരാൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നോട്ടോ. അപ്പോൾ അബ്ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വായോ പോവാം, വീട്ടിൽ പോയിട്ട് പണികളില്ലേന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മേടിക്കാനുണ്ടാവും, കാരണം എന്തൊക്കെ ഒതുക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ അവിടെ വിട്ടു പോയിട്ടുണ്ടാവേ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ടോ. അപ്പോൾ സില്ലിക്കും ജിനലിനും എല്ലാവിധ ആശംസകളും നേരാനായിട്ട്. വീടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് വരുമ്പോൾ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ടൂറിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.